നമസ്കാരമുണ്ട്. 20 ജൂലൈ 2025. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സമയം 1:45. അപ്പോൾ ജനങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ കൊപ്പത്ത് ഒരു കല്യാണത്തിന് പോയി. എൻ്റെ മക്കളും എല്ലാ മരുമക്കളും പേരക്കുട്ടികളൊക്കെ ഉള്ളിടത്ത് പിന്നെ അവരുടെ കൂടെ പോണതാണ്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. ആദ്യം പറയട്ടെ, ഏറ്റവും വലിയ വരുമാനമുള്ളത് ഇപ്പോൾ കൊപ്പം പഞ്ചായത്താണ്, പട്ടാമ്പി പഞ്ചായത്തല്ല. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് എത്തിച്ചത് CMA കരീമിൻ്റെയും റാഷിയുടെയും പണക്കൊതിയും കള്ളത്തരവും തകരാറുമാണ്. അപ്പോൾ പറയാൻ വന്ന വിഷയം അതല്ല കേട്ടോ. പറയാൻ വന്ന വിഷയത്തിലേക്ക് കിടക്കുക. അപ്പോൾ അതിലൊരാൾ എന്നോട് നേരിട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പരിപാടി ആരെങ്കിലും ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ എൻ്റെ അടുത്തേക്ക് എത്തണില്ല, അത് മടക്കി വിടുകയാണ്. അതുണ്ടാവും, മടക്കി വിടും. അടുത്ത 10 കൊല്ലത്തിനും കൂടി CPMന് ഭരണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എന്നല്ല, ഈ ലോകത്തെ ഒരാൾക്കും തന്നെ ഒരു തരത്തിലുള്ള ജോലിയും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു കാര്യവും നടക്കില്ല, ഒരു പോലീസ് കംപ്ലയിൻറ്റും നടക്കില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ കല്യാണപ്പരയെന്ന് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ വലിയ കാര്യമുണ്ട്. നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞതൊന്നും അല്ലാതെ ഞാൻ ഈ കാര്യം വളരെ മുമ്പേ രേഖയൊക്കെ വെച്ചിട്ടാണ്. എൻ്റെ പോലീസിൻ്റെ മുഴുവൻ രേഖയുണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു കാര്യം നടക്കില്ല. അയാൾ പറഞ്ഞ് വളരെ സത്യമാണ്. അടുത്ത 10 കൊല്ലത്തിനും പിന്നെ CPM ഭരണത്തിൽ വരും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ നാട്ടിലെ നിങ്ങളെ എന്നല്ല, ഇവിടെ ഒരാളെയും ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരാൾക്കും മരുന്ന് കിട്ടില്ല, ഒരാൾക്കും ജോലി കിട്ടില്ല, ഒരാളും ജീവിക്കാൻ സമ്മതിക്കില്ല. ഇവർ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരും, അവർ കുറച്ച് എല്ലും കഷ്ണം ഇട്ട് തരും, അത് കടിച്ച് തൂങ്ങിയിട്ട് പോയിക്കൊള്ളാം. അപ്പോൾ ഇതിന് കാരണം വെച്ചത് നമ്മുടെ മെമ്പർ രാശി ഇവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ ഇതിൽ മാത്രമല്ല, അപ്പോൾ ജനങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ശരിക്കും അത് വീഡിയോ പിടിക്കാനാണ്. വീഡിയോ ഇങ്ങനെ എല്ലാ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ ഇവിടുന്ന് വീഡിയോ പിടിച്ചാൽ അത് ശരിയാവുന്നുണ്ട്, അവിടുന്ന് 2-3 തവണ വീഡിയോ പിടിച്ചിട്ടൊന്നും അത് ശരിയായില്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്തായാലും കംപ്ലയിൻ്റ് എന്നൊക്കെ മനസ്സിലായില്ല. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായാലോ. അത്രയും മോശമാണ് മലയാളികളിൽ നിന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ നിമിഷപ്രിയയ്ക്ക് ഒരു വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ ഒമനിൽ കിടക്കുന്നുണ്ട്. അവർ ആ സൂചിയുടെ മരുന്നിൻ്റെ കേസിൽ ഒരു തീരുമാനം ലോകരാഷ്ട്രത്തോട് തീരുമാനിച്ചിട്ടാണ് പറയുന്നത്, ഈ തരം ഇംഗ്ലീഷ് മരുന്നുകൾ കംപ്ലീറ്റ് നിർത്തൽ ചെയ്യണം. ഏത് കമ്പനിയാണ് മുമ്പ് ഇറക്കിയിരുന്നത്, അവനെ എനിക്ക് ജീവനോടെ വേണം. അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിച്ച മരുന്ന് ആർക്കൊക്കെ കുത്തിവെച്ചു അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും വേണം. ഒരാൾക്ക് 200 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. അത് പൈസയുടെ കാര്യം. ജീവാൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒമാൻ കോടതി വട്ടത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ അറബി ഗവൺമെൻറ്റുകൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആന് അത് യഥാർത്ഥ സത്യം വഴി പോകേണ്ട ഒരു സാധനമാണ്. അത് വളക്കാനോ തിരിക്കാനോ ചിരിക്കാനോ ഒന്നും അത് പറ്റില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് നെല്ലുണ്ടാക്കരുത്, കറണ്ട് കണ്ടുപിടിക്കരുത്, വയറ് കണക്ഷൻ കൊടുക്കരുത്, പിന്നെ നിങ്ങളോട് മരുന്ന് കഴിക്കരുത് എന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആവശ്യം എന്ന് തോന്നിയ സാധനം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാം, നിങ്ങൾക്കത് വെച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ സ്വർഗമൊന്നും കിട്ടില്ല. ഇപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്ന് താമസിക്കണം, മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരാളും സ്വർഗം എന്ന് പോയിട്ട് അതിൻ്റെ 7 അയലക്കത്തേക്ക് വരില്ല. പിന്നെ എന്താ അവർക്ക് വരാമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവില്ലേ? അതെന്താ അങ്ങനെ വരാൻ കാരണം? ഇവർ കംപ്ലീറ്റ് ഒരു വട്ടക്കണ്ണി ഉണ്ടാക്കിയിട്ട് അതിൽ ജനങ്ങൾ കംപ്ലീറ്റ്. എൻ്റെ മുന്നിൽ എനിക്കൊരു പാനൽ ബോർഡുണ്ട്. ആ പാനൽ എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ കാരണന്മാർ തലച്ചോറിൽ നീർക്കെട്ട് വന്നിട്ട് തലകുത്തി മരിച്ചിരുന്ന ഒരു സന്ദർഭം കൊല്ലങ്ങൾ തിരിഞ്ഞു കളിച്ചിട്ട്, അതുപോലെ ബ്ലഡിൽ പിന്നെ അണുവൈറസ് എന്ന് വിചാരിച്ചാൽ
ഒറ്റയടിക്ക് പറഞ്ഞാൽ മൂത്രസഞ്ചിയിൽ വേണ്ടത്ര മൂത്രം പോകാത്തത് കൊണ്ട് കരളിനെ ബാധിച്ചത് കൊണ്ട്, പച്ചവെള്ളം വേണ്ടത്ര കഴിക്കാത്ത കാരണം കരളിനെ ബാധിച്ചത് കൊണ്ട്, അത് പ്രമേഹത്തിൻ്റെ ഗുളിക കഴിച്ചത് കൊണ്ട് കരളും ലിവറും ഹാർട്ടും തകരാറായി. അത് മജ്ജ പഴുക്കാൻ കാരണമായി. ഇതുമൂലം ഇവർക്കുണ്ടായ അനുഭവത്തിലാണ് അവർ മരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്തേക്കൊന്നും വരണ്ട. ഈ സാധനത്തിന് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ മരുന്നൊക്കെ മാറ്റി വെക്കുക. കംപ്ലീറ്റ് മരുന്ന് 2 സൈഡിലേക്കൊക്കെ നീക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മണ്ണ് കലങ്ങിയിട്ടുള്ള കിണറിലെ പച്ചവെള്ളം കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ കൈപ്പക്ക കഷ്ണം വെട്ടിയിട്ട്, പച്ച കൈപ്പക്ക കഷ്ണം വെട്ടിയിട്ട് പച്ചക്ക് കടിച്ചില്ല. അതുപോലെ നമ്മുടെ ഓമക്കായി പിന്നെ ചുണയൊന്നും കളയാണ്ട് കഴുകാണ്ട് ഓരോ കഷ്ണം കടിച്ച് ഇങ്ങനെ തിന്നുക. നിങ്ങൾ ശരിയായി കിട്ടും. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷേ മൂത്രസഞ്ചി നന്നാവാതെ പോരാ. മൂത്രസഞ്ചി ഈ ഞരമ്പ് നന്നാവേണ്ട കാര്യം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോ ഡിവിഷനാണ്. ഞാനിത് കയ്യിൽ കിട്ടിയാൽ എല്ലാം കൂടി ഒരുമിച്ച് ശരിയാകും. അതെൻ്റെ ഒരു പതിവാണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ തോന്നിയാസത്തിന് ഇത് കാരണം വരുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പരിശോധിക്കണം. എല്ലാ സുപ്രീം കോടതികളോടും ആണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇതൊരു തമാശ കളിക്കാനുള്ളതല്ല. പൊതുജനത്തിൻ്റെ ജീവൻ വെച്ചിട്ട് എനിക്കും കളിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതികൾ കണക്കാക്കേണ്ടത് എനിക്കും കളിക്കാൻ പറ്റില്ല. എനിക്കും നിങ്ങളോട് തോന്നിവാസം പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ കളി നിങ്ങൾ കളിച്ചത് കൊണ്ടാണ്. ഇവിടുത്തെ പൊലയാടി ലീഗുകാരെ കെട്ടിടാനുള്ള തീരുമാനം നിങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. അവരുടെ പേരിലുള്ള പരാതി മൂടി വെച്ചത് കൊണ്ടാണ് എനിക്കത് പറയേണ്ടി വന്നത്. ഇത് കംപ്ലീറ്റ് നശിപ്പിക്കാൻ നമുക്ക് കഴിയും. നിങ്ങളുടെ മാതിരിയല്ല ഞാൻ. എനിക്കൊരു പ്രാർത്ഥന കൊണ്ട് ഇത് കംപ്ലീറ്റ് നശിപ്പിക്കാൻ കഴിയും. ഇവരെ തെരഞ്ഞു പിടിച്ചിട്ടല്ല നശിപ്പിക്കുക, കംപ്ലീറ്റ് നശിപ്പിക്കുക ചെയ്യുക. ഈ കുറ്റം ചെയ്തപോലെ 1-2 ആൾക്കാരെ നശിപ്പിക്കുകയല്ല ചെയ്യുക, കംപ്ലീറ്റാണ് നശിപ്പിക്കുക ചെയ്യുക. അതെനിക്ക് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പം പിന്നെ എന്താ ഇപ്പം അതിന്മേ കുറച്ച് പിന്നാക്കം മാറിയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എനിക്ക് ഒരു 9 പേരക്കുട്ടികളുണ്ട്. എനിക്ക് അവരെ അടുത്ത് ചെല്ലുമ്പോൾ ഇതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ കുറ്റമല്ല, എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത്. അത് ചെയ്യിച്ചാൽ ഞാനത് ശരിക്ക് ചെയ്യും. നിങ്ങളെ ഒരു മദ്യഷാപ്പിനും പിന്നെ കോടിക്കണക്കിന് ടന്ന് സ്വർണം തൂക്കിയാലും എൻ്റെ ബുദ്ധിനെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ 1 രൂപയും വാങ്ങിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല. ഇത് രണ്ടും കൂടി മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇവിടെ നോർമൽ സംവിധാനമാണ് അടുത്തതുള്ളത്. ആ നോർമൽ നിങ്ങളുടെ അടുത്ത് വേണം. നിങ്ങളെ കൊറോണ വൈറസ് സമയത്ത് ഇങ്ങനെ 2 തുള്ളി മരുന്ന് വന്നിട്ട് നിങ്ങളെ പണിയെടുക്കാൻ വേണ്ടി തുറന്നു വിട്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നന്ദി ഉണ്ടോ നായ്ക്കളെ? നിങ്ങൾക്ക് ഉണ്ടോ നന്ദി? നിങ്ങളുടെ ആരെടുത്തെങ്കിലും ഉണ്ടോ? നിമിഷപ്രിയയുടെ കേസിൽ ഈ സാധനം പുനഃപരിശോധിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കാര്യം കട്ടപ്പോക. ഞാനുള്ളത് മരുന്നിൻ്റെ ഡിവിഷനിൽ തന്നെയാണ്. ഞാൻ അപ്പുറം ഇപ്പുറമൊന്നും പോകാൻ തയ്യാറില്ല. നിങ്ങൾ എനിക്ക് സംഭാവന ചെയ്തതൊക്കെ എനിക്കറിയാം. ഇവിടെ മുസ്ലിങ്ങളില്ല. കേരളത്തിലെവിടെയും മുസ്ലിങ്ങളില്ല. സൗദി അറേബ്യയിലും ഇല്ല. അവരൊരു ഗ്രന്ഥം കൈ പിടിച്ചിട്ട് ഇത് പറഞ്ഞത് ശരിയാണ്, ഇതിലൊന്നും കൂട്ടാനുമില്ല കുറക്കാനുമില്ല. പിന്നെ കൂട്ടാനും കുറക്കാനും ഇല്ലെങ്കിൽ 1950 ശേഷം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, വണ്ടികളുണ്ടായിരുന്നില്ല, ചെരുപ്പുണ്ടായിരുന്നില്ല, എല്ലാവർക്കും തുണി ഉണ്ടായിരുന്നില്ല. ഇതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. അപ്പം ഇവരെ പിന്നെ എന്ത് ചെയ്യണം? ഇവരെ നുണയല്ലേ പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ മാറ്റി വെച്ച് അതൊരു സത്യവാചകമാണ്. ഇതിൽ കൂട്ടാനും കുറക്കാനും അതിൽ എഴുതി വെക്കാനല്ല. നമുക്ക് ജീവിക്കണം. നമുക്ക് ജീവിക്കണമെങ്കിൽ നിമിഷപ്രിയ അവളെ ജോലി ചെയ്തു. അവളുടെ ജോലി ചെയ്തതിൽ തകരാറുണ്ടെങ്കിൽ മരുന്ന് കമ്പനി എണ്ണ പിടിക്കേണ്ടത്. ഇവൾക്ക് കുത്തിവെക്കേണ്ടത് അവളെ ജോലിയാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് കേസെടുക്കാൻ നടപടിയില്ല. ഇനി ഒരു പക്ഷേ നിങ്ങളത് തൂക്കിക്കണ്ടാൽ പിന്നെ ഇസ്ലാമിക നിയമം അനുസരിച്ച് 2 മാസത്തിന് ശിക്ഷിക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ പറ്റില്ല. മനസ്സിലായില്ലേ? അതിൽ കൂടുതൽ പറ്റണമെങ്കിൽ ഇതിന് വ്യക്തമായ കാരണങ്ങൾ വേണം. പിന്നെ വെട്ടി നുറുക്കി അത് 125 കേസാക്കി എന്നൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇത് കേൾക്കുന്നവൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ അതെടുത്ത് വെക്കണം. അതാണ് വെക്കേണ്ടത്. തെളിവുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ മിണ്ടരുത്. 125 കഷ്ണം 160 കഷ്ണം ഫീസ് കെട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടോ? പിന്നെ ഈ സാധനം എങ്ങനെ വന്നു? ആർക്കെന്തും പറയാം. ഇവിടെ എന്നെക്കുറിച്ച് ലീഗർ പറഞ്ഞ കഥകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും എൻ്റെ ഈ കയ്യും എൻ്റെ ഈ ഫോൺ ചെക്ക് ചെയ്തിട്ട് എന്താ ഉണ്ടായി?
അത് ഇവിടുത്തെ എല്ലാ BJPക്കാർക്കും വരാം. ഞാൻ പറയുന്നത് എന്താണ്, എൻ്റെ പേരിലുള്ള ആരോപണം എന്തായിരുന്നു, ആ ആരോപണം ശരിക്കും ചെക്ക് ചെയ്തപ്പോൾ എന്താ ഉണ്ടായിന്ന് ഇവിടുത്തെ 8 ലക്ഷം BJPക്കാർക്ക് അതറിയും. അന്നത്തെ മുഴുവൻ പോലീസുകാർക്കും അറിയും. ഇന്നുള്ള സൈബറിന് മുഴുവൻ അതറിയും. ഇന്ന് സൈബർ സെല്ലിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യം അറിയും. ഒരു ഒളിച്ചുകളിയും പറ്റില്ല. അത് അവർ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എനിക്കിവിടെ ഇതൊക്കെ നിങ്ങളോട് പിന്നെയും വീഡിയോ നടത്താനും നിങ്ങളെ തെറി പറയാനും ഒക്കെ വന്നതിൻ്റെ കാരണം ഇവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. ഞാൻ മരുന്നിൻ്റെ ഡിവിഷനാണ്. അത് മാത്രമല്ല എന്നെ ഇവരെ അക്രമം ചെയ്ത, അത് മാത്രമല്ല ഇവിടെ നീതി ന്യായം ഒന്ന് നടത്താൻ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല, മന്ത്രിമാരില്ല, ഇവിടെ ഒരു ഭരണമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ തന്നെ ഒരുപാട് സമയമായി, 10 മിനിറ്റായി.